നമസ്കാരം, എല്ലാവർക്കും AJ ടോക്കീസ് എന്ന നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ പരുവക്കുഴി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന തിരുവഞ്ചൂരുകാരുടെ സ്വന്തം ഹരിച്ചേട്ടന്റെയും രേഖചേച്ചിയുടെയും ലേഡീസ്, ജെന്റ്സ് ആൻഡ് കിഡ്സ് സലോണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വന്നാൽ രണ്ടുണ്ട് കാര്യം. ഗേൾസിനും ലേഡീസിനും ഫെമികെയർ ബ്യൂട്ടി ക്ലിനിക്കും, ബോയ്സിനും ജെന്റ്സിനും ഹാരിസ് കിഡ്സ് ആൻഡ് ജെന്റ്സ് ബ്യൂട്ടി സലോണും. മാത്രമല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യവും. ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് പെഡിക്യൂറിനെ കുറിച്ചാണ്. മുഖം പോലെ സംരക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ പാദവും. കാലുകൾക്ക് ആശ്വാസവും സൗന്ദര്യവും നൽകുന്ന ഒരു മനോഹരമായ പെഡിക്യൂർ വ്ലോഗ്. അപ്ലൈ ചെയ്ത് പെഡി ഷാമ്പു ആണ്. ഈ ഷാമ്പു അപ്ലൈ ചെയ്ത് കാലിൻ്റെ അടിയിലുള്ള വെസൽസ് എല്ലാം റിമൂവ് ചെയ്യണം. ക്ലെൻസറാണ് ഇത്. നമുക്ക് നെയിലുണ്ടാകുന്ന ഫംഗൽ നെയിൽ പോളിഷ് സ്ഥിരം അപ്ലൈ ചെയ്തിട്ട് വരുന്ന യെല്ലോയിഷ് കളറ് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലെൻസറാണ്. ഇത് വെച്ചിട്ട് നമ്മൾ പുഷ് ചെയ്ത് ഡെഡ് സെൽസും നെയിലിൻ്റെ ക്യൂട്ടിക്കളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ക്യൂട്ടിൻ്റെ പേര് നെയിൽ പുഷറാണ്. ഇത് വെച്ച് നമ്മൾ നെയിൽ ക്ലെൻസർ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ തടി പുഷ് ചെയ്താണ് ഈ ക്യൂട്ടിക്കളൊക്കെ റിമൂവ് ചെയ്യാൻ പാകത്തിലാക്കിയിരിക്കുന്നത്.
പെഡിക്യൂർ ശരിക്കും എല്ലാ ആൾക്കാരും ചെയ്യണമെന്നൊരു അഭിപ്രായമാണ് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ബോഡിയിലെ ഇമ്പോർട്ടൻ്റ് ആയ പാർട്സ് എന്ന് തന്നെ പറയാം നമ്മുടെ കാലുകൾ. നമ്മുടെ ബോഡിയെ ഇത്രയും ചുമന്ന് ഇത്രയും വെയിറ്റ് താങ്ങുന്ന ഒരു പാർട്ടാണ് നമ്മുടെ കാലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡി വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ബ്ലഡ് സെൽസ് ഒക്കെ കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നെയിലിപ്പോൾ ഞാൻ കാണിച്ചല്ലോ, ഈ ഒരു ആ കാലിൽ നിന്നെടുത്ത ഒരു അത്രയും റെഡ്സ് ആണ് ഇത്രയും തന്നെ. നമ്മൾ കാലിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ നഖത്തിൽ ഒരുപാട് ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും നമ്മുടെ നഖത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം പെഡിക്യൂർ ശരിക്കും പറഞ്ഞാൽ കാലിൻ്റെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ കാലിൻ്റെ നമ്മളുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർട്ട് എന്ന നിലയ്ക്ക് ഏറ്റവും വൃത്തിയായിരിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പാർട്ട് തന്നെയാണ് നമ്മുടെ പാദം എന്ന് പറയുന്നത്. അപ്പം അത് വളരെ വൃത്തിയായും വെടുപ്പായും സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാല് ഏറ്റവും വൃത്തിയായി വയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ ഒരു ഷുഗറൊക്കെ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ പോലും സജസ്റ്റ് ചെയ്യുന്നുണ്ട് കാല് നല്ല നീറ്റായിരിക്കണം, നഖം നല്ല വൃത്തിയായി വയ്ക്കണം. കാരണം ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പാർട്ട് എന്നുള്ള നിലയ്ക്കാണത്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ പെഡിക്യൂർ ചെയ്യുമ്പോൾ കാലിൽ ഫേഷ്യൽ ചെയ്യുന്ന പോലെ തന്നെയാണ് സ്ക്രബിങ് വരുന്നുണ്ട്, ക്രീം മസാജ് വരുന്നുണ്ട്. അപ്പം മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ വളരെ നന്നായിട്ട് ഇൻക്രീസ് ആവാനും കാലിന് കുറച്ചുകൂടെ നല്ല സ്ട്രെങ്ത് മീൻസ് ഒരു സെപ്പറേഷൻ മൂവ്മെൻറ്റ്സ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ഫീറ്റാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ ഒരു സെപ്പറേഷൻ മൂവ്മെൻറ്റ്സ് കൂടാനും ഒക്കെ സഹായിക്കും പെഡിക്യൂർ. എല്ലാവരും ഇപ്പോൾ ഈ പാർലറിൽ തന്നെ ചെന്ന് പെഡിക്യൂർ ചെയ്യണമെന്നും ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ കാല് എപ്പോഴും വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാലിൽ ശരിക്കും ഇച്ചിരി ഒരു നീരുള്ള കാലാണ്. സ്ക്രബ് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക്
നല്ല വെള്ളത്തിലേക്ക് കാലൊന്ന് മാറ്റാതെ. മസാജ് ചെയ്യുന്നത് ഇതാണ്, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവുക. അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് പെയിൻ, കാലിന് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മസാജിലൂടെ കുറച്ചൊക്കെ അത് മാറ്റാൻ പറ്റും. പിന്നെ ഡ്രൈ സ്കിന്നായിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ക്രീം വെച്ചിട്ടുള്ള മസാജ് ഭയങ്കര ഫലപ്രദമായിരിക്കും. ഡ്രൈനെസ് കുറയ്ക്കാനും ഒരു ഉപകാരം. പെഡിക്യൂറിൽ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഇത്. പെഡിക്യൂറിൽ അങ്ങനെ പ്രധാനമായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഒന്നുമില്ല. ആദ്യം ഡിപ്പിങ് തൊട്ട് എൻഡ് വരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ മസാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായി ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ തന്നെ കാലിന് പെയിൻ ഇല്ലാതിരിക്കുകയും മരവിപ്പില്ലാതിരിക്കുകയും
ഒക്കെ ചെയ്യുന്നൊരവസ്ഥയാണ്. കാരണം സർക്കുലേഷൻ നന്നായെങ്കിൽ മാത്രമേ ഉള്ളൂ വളരെ ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ മസാജ് ഒരു പരിധി വരെ അതൊക്കെ കൂട്ടാൻ സഹായിക്കും. നമ്മുടെ നെയിൽ പോളിഷ് ചെയ്യുമ്പോൾ ബേസ് കോട്ട് ഇട്ടതിന് ശേഷം നെയിൽ പോളിഷ് ഇടാം. കാരണം ചില ഡീപ്പ് കളേഴ്സ് നെയിൽ പോളിഷ് ബേസ് കോട്ട് ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ നെയിലിനൊരു നിറം വരും. അത് കുറച്ച് നാൾ അടുപ്പിച്ചങ്ങിടുവാണെങ്കിൽ പിന്നെ ആ നിറം വളരെ കഷ്ടപ്പെടേണ്ടി വരും മാറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നെയിൽ പോളിഷ് ഒരു ബേസ് കോട്ട്, അതായത് ക്ലിയർ എന്ന് പറയും, അങ്ങനെ ഒരെണ്ണം ഇട്ടതിന് ശേഷം നെയിൽ പോളിഷ് ഇടുവാണെന്നാണെങ്കിൽ കുറച്ചുകൂടെ നെയിലിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. കസ്റ്റമർക്ക് ശരിക്കും നെയ്യ് നീട്ടി വളർത്തിയിരുന്ന അല്ല, ഷോർട്ടാണ്. ഉള്ളത് അങ്ങനെ നിർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാസ്കാണ് മാസ്ക്. അതിൻ്റെ ഇട്ടാലേ ഉള്ളൂ പിടിക്കുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫേസിലാണെങ്കിൽ പോലും നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മാസ്ക് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ചില സൈഡിൽ നമ്മുടെ പോസസ് എല്ലാം ഓപ്പൺ ആയിരിക്കും. അതിനെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് മാസ്കിൻ്റെ ഒരു പ്രയോജനം. അപ്പോൾ എപ്പോഴും നമ്മൾ മസാജ് ചെയ്ത പ്രക്രിയ എന്ത് ചെയ്താലും അതൊരു മാസ്ക് ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ പെഡിക്യൂർ ആണെങ്കിലും കാലാണെന്ന് നിരീക്ഷിച്ചിട്ട് അതിനെ മാസ്ക് ഇടാതെ അവോയ്ഡ് ചെയ്ത് കളയാൻ പാടില്ല. നമ്മൾ 10 മിനിറ്റ് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പെഡിക്യൂർ ഫിനിഷ് ആവും. എല്ലാവിധ സ്കിൻ ഹെയർ ട്രീറ്റ്മെന്റ്സ്, ബ്രൈഡൽ, ഗ്രൂം, പാർട്ടീസ്, സ്പെഷ്യൽ ഇവന്റ്സ് എല്ലാത്തിനും അനുയോജ്യമായ മേക്കപ്പുകൾ, ത്രെഡിംഗ്, വാക്സിംഗ്, സൗന്ദര്യം പരിപാലിക്കാൻ ആവശ്യമായ എല്ലാ സേവനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. സേഫ്റ്റിയും ഹൈജീനും 100% ഉറപ്പ്. നല്ല സർവീസസ്. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ചെന്നൊരു ഫീൽ ഉണ്ടാവും. ഇവിടുത്തെ സർവീസിന് വേണ്ടി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഫെമികെ ബ്യൂട്ടി ക്ലിനിക് ആൻഡ് ഹാരിസ് കിഡ്സ് ആൻഡ് ജെൻസ് സലോൺ. നമ്മുടെ കുട്ടി വ്ലോഗ് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.